Hi friends, welcome back again. I am Jabbar, Functional Nutrition 10x Health and Wellness Coach. The role of nutrition in pain. വേദനയിൽ പോഷക ആഹാരത്തിൻ്റെ പങ്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേദനയും ഇൻഫ്ലമേഷനും എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഹൗ ടു ഈറ്റ് ടു റെഡ്യൂസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ എന്നുള്ളതായിരുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ റോൾ ഓഫ് ന്യൂട്രീഷൻ ഇൻ പെയിൻ, വേദനയിൽ പോഷക ആഹാരത്തിൻ്റെ പങ്ക്. ദ ലാൻസെറ്റിൽ പ്രസിദ്ധീകരിച്ച ഗ്ലോബൽ ബർഡൻ ഡിസീസ് സ്റ്റഡിയുടെ വ്യവസ്ഥാപിത വിശകലനം അനുസരിച്ച് മോശം ഭക്ഷണക്രമം കഴിക്കുന്നത് വിവിധ വിട്ടുമാറാത്ത രോഗങ്ങളുടെയും അതുമായി ബന്ധപ്പെട്ട മരണനിരക്കിൻ്റെയും സാധ്യത വർദ്ധിപ്പിക്കും. 1990-നും 2017-നും ഇടയിൽ 195 രാജ്യങ്ങളിലെ വിവിധ ഭക്ഷണ ഘടകങ്ങളുടെ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ പഠനം പരിശോധിച്ചു. ഉയർന്ന സോഡിയത്തിൻ്റെ ഉപഭോഗം, പഴങ്ങളുടെ കുറവ്, പച്ചക്കറികളുടെ ഉപഭോഗക്കുറവ്, ഒമേഗ-3 ഫാറ്റി ആസിഡുകളുടെ കുറവ്, നട്ട്സ്, വിത്തുകൾ എന്നിവയുടെ കുറവ് എന്നിവ ഉൾപ്പെടെയുള്ള മോശം ഭക്ഷണ ഘടകങ്ങൾ രോഗത്തിനും മരണത്തിനും സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് ഗവേഷകർ കണ്ടെത്തി. ഗവേഷണമനുസരിച്ച് ഈ ഘടകങ്ങളിൽ ഓരോന്നും ആഗോള മരണങ്ങളിൽ 2%-ലധികത്തിന് കാരണമാകാം. ഗവേഷകരുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തിയാൽ ലോകമെമ്പാടുമുള്ള ഓരോ 5 മരണങ്ങളിലും 1 തടയാൻ കഴിയും. നിലവിലെ പ്രവണതകൾ നമ്മുടെ പഞ്ചസാരയുടെയും കൊഴുപ്പിൻ്റെയും ഉപഭോഗത്തിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ മൊത്തത്തിലുള്ള ഭക്ഷണക്രമത്തിലും മൊത്തത്തിലുള്ള പോഷക ഉപഭോഗത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നുള്ളത് വളരെ പ്രധാനമാണ്. വിട്ടുമാറാത്ത വേദന ഒരു സാധാരണ ആധുനിക ആരോഗ്യ പ്രശ്നമായിട്ടാണ് കണ്ടുവരുന്നത്. ഇത് പ്രത്യേക വിട്ടുമാറാത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കില്ല. ഗവേഷണങ്ങൾ കാണിക്കുന്നത് വിട്ടുമാറാത്ത വേദന പലപ്പോഴും അമിതഭാരം, മോശം ഭക്ഷണക്രമം പിന്തുടരൽ, ഒന്നിലധികം രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. 2017 ഹെൽത്ത് കെയറിൽ ബേസിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണമനുസരിച്ച് മുൻകാലങ്ങളിൽ വിട്ടുമാറാത്ത വേദനയ്ക്കുള്ള ചികിത്സാ പരിപാടികളിൽ മെഡിക്കൽ, ശാരീരിക, മാനസിക ഓപ്ഷനുകൾ ഉൾപ്പെട്ടിരുന്നു. എന്നിരുന്നാലും പോഷക ആഹാരം അത്രയും പ്രധാനമാണെന്ന് തോന്നുന്നു. കൂടാതെ ഭക്ഷണക്രമത്തിലുള്ള പെരുമാറ്റങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് ക്യാൻസർ ഇതര വേദന മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. ന്യൂട്രിയൻസിൽ പ്രസിദ്ധീകരിച്ച 2015 ഒരു പഠനത്തിൽ പങ്കെടുക്കുന്നവരുടെ പോഷക ഉപഭോഗം മെച്ചപ്പെടുത്തുന്നത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രോഗ അവസ്ഥയും മരണനിരക്കും കുറയ്ക്കുന്നതിനും സഹായിച്ചതായി കണ്ടെത്തി. മഗ്നീഷ്യം, വിറ്റമിൻ എ, വിറ്റമിൻ സി, ബീറ്റ കാരോട്ടീൻ, കാൽസ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, മറ്റു ധാതുക്കൾ, നാരുകൾ എന്നിവയുടെ അളവ് മെച്ചപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്ന് അവർ പ്രത്യേകിച്ച് കണ്ടെത്തി. ഭക്ഷണക്രമം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുന്നത് നിങ്ങളുടെ രോഗപ്രതിരോധ ആരോഗ്യം, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ആരോഗ്യം, നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം,
എന്നിവ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. ഈ മേഖലകളിലെല്ലാം നിങ്ങളുടെ വേദന അനുഭവത്തെ ബാധിച്ചേക്കാം. അമിതഭാരം നിങ്ങളുടെ സന്ധികളിൽ ഒരു ഭാരം ചെലുത്തുകയും സന്ധികളിലും പേശികളിലും വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും. ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ ഭാരം കുറയ്ക്കുന്നത് ഈ വേദനകളെ അകറ്റാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ സിംപ്റ്റത്തിൽ നിന്ന് നമുക്ക് വളരെയധികം മെച്ചപ്പെടാൻ സാധിക്കും. പോഷകസമൃദ്ധമായ ഭക്ഷണക്രമം പിന്തുടരുന്നതും ആരോഗ്യകരമായ ഭാരം കൈവരിക്കുന്നതും നിലനിർത്തുന്നതും അപകട സാധ്യത കുറയ്ക്കുകയോ ലക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുകയോ ചെയ്യാം. പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷാദം എന്നിവയുൾപ്പെടെയുള്ള വിട്ടുമാറാത്ത വേദനയോടൊപ്പം ഉണ്ടാകുകയോ ചെയ്യുന്ന വിവിധ രോഗങ്ങളുടെ പുരോഗതി മന്ദഗതിയിലാക്കുകയോ ചെയ്യും. മറ്റൊരു പഠനം ഹെൽത്ത് കെയർ ബേസിൽ പ്രസിദ്ധീകരിച്ച 2017 ഗവേഷണം സൂചിപ്പിക്കുന്നത് പോലെ പോഷക ആഹാര ഇടപെടലുകൾ സ്വയം റിപ്പോർട്ട് ചെയ്ത വേദനയുടെ തീവ്രത മെച്ചപ്പെടുത്തിയേക്കാം. ഈ ചാപ്റ്ററിൽ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണതന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിക്കും. എന്നിരുന്നാലും മറ്റ് ഘടകങ്ങൾ പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. വിട്ടുമാറാത്ത വേദനയുള്ള ആളുകൾ, ഒറ്റപ്പെടൽ, മാനസിക ആരോഗ്യ അനുബന്ധ രോഗങ്ങൾ, പരിമിതമായ ചലനശേഷി അല്ലെങ്കിൽ ചലനശക്തി, അല്ലെങ്കിൽ പരിഹരിക്കേണ്ട ഉറക്കക്കുറവ് എന്നിവ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ഉദാഹരണത്തിന്, ഒരാളുടെ പരിമിതമായ ചലനശേഷി ഷോപ്പിംഗ്, പാചകം അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കാനുള്ള അവരുടെ കഴിവിനെ ബാധിക്കുന്നുവെങ്കിൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതുവരെ സഹായം അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണ ഓപ്ഷനുകൾ ഓർഡർ ചെയ്യുന്നത് പരിഗണിക്കേണ്ടതുണ്ട്. തെറാപ്പി പോലുള്ള അല്ലെങ്കിൽ പിന്തുണാ ഗ്രൂപ്പുകളിൽ ചേരുന്നത് മാനസിക ആരോഗ്യ പരിമിതികൾക്കും ഒറ്റപ്പെടലിനും അവരെ സഹായിച്ചേക്കാം. ഉറക്കക്കുറവ് അല്ലെങ്കിൽ ക്രമരഹിതമായ ഉറക്ക ഷെഡ്യൂളുകൾ ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾക്ക് കാരണമാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഉറക്കം മെച്ചപ്പെടുത്തുന്നതും ഒരു മുൻഗണനയായിരിക്കണം. ഉറക്കത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. വേദനയിൽ പോഷക ആഹാരത്തിൻ്റെ പൊതുവായ പങ്ക് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിട്ടുമാറാത്ത വേദനയ്ക്കും വീക്കത്തിനും പിന്നിലെ അടിസ്ഥാന പ്രശ്നങ്ങളായ ചില പ്രത്യേക ഭക്ഷണ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പരിശോധിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതായിരിക്കും. So if you want to learn more, supercharge your health and disease-free life, stay healthy, contact us or see for the next video. Thanks for watching this video.